ബാബു പോവല്ലേ? നമ്മളിന്ന് അട്ടപ്പാടിയിലേക്കുള്ള യാത്രയിലാണ്. ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട് പോയ സമയത്ത് നമ്മുടെ അളിയനാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അളിയൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോയിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് സുഹൃത്തിനെ കിട്ടിയത്. അപ്പോൾ തെറ്റില്ലാത്ത രീതിയിലുള്ള അൽഹംദുലില്ലാ കുറച്ച് ഓർഡറുകൾ നമുക്ക് അട്ടപ്പാടി സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പോണ വഴിയിൽ വളാഞ്ചേരി, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ സൈഡിൽ നിന്നുണ്ട്. അതുപോലെ പിന്നെ അട്ടപ്പാടി എന്നൊക്കെയാണ് കുറച്ച് ഓർഡർ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മളിവിടെ ചാക്കിലാക്കിയിട്ട് ഇവിടെ സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അട്ടപ്പാടിയിൽ കുറച്ച് കാഴ്ചകളും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കഴിയുകയാണെങ്കിൽ അവിടുത്തെ 1-2 ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. മുമ്പ് നമ്മൾ അട്ടപ്പാടി പോയ സമയത്ത് നമ്മളെ സുഹൃത്ത് റഹീം ബായ് ഉണ്ടായിരുന്നു. റഹീം ബായുടെ ഫാമൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മണിയേട്ടനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ മണിയേട്ടനൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. കാരണം നമ്മൾ ഏത് സൈഡിലേക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം. അല്ലാണ്ട് നമുക്ക് കഴിയുകയാണെങ്കിൽ 1-2 ഫാമൊക്കെ വിസിറ്റ് ചെയ്തിട്ട് വരും ദിവസങ്ങൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഫിഷ് നമ്മൾ കൊടുക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. അങ്ങനെ ഇന്നത്തെ യാത്രയിലുള്ള നമ്മുടെ ആദ്യ കസ്റ്റമർ നമ്മളെ സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുഹൃത്തിന് നമ്മൾ കൈമാറുകയാണ്. സുഖല്ലേ? എവിടെ പഠിക്കുന്ന? ഇവിടെ തന്നെ. ഇത് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിസരമാട്ടത്. മോന് പേരെന്താ? ഷാരോണല്ലേ? എന്നാ ശരി. ഇപ്പൊ നമ്മള് വളാഞ്ചേരിയിൽ നിന്ന് പെരിന്തൽമണ്ണക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാട്ടാ. അപ്പോൾ വഴിയിൽ നിന്ന് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടപ്പോൾ നമ്മൾ പകർത്തിയതായിരുന്നു കേട്ടോ. കണ്ടില്ല, നല്ലൊരു പ്രത്യേക ഒരു കൂളാണ്. ഇപ്പോൾ ഏകദേശം ഉച്ചക്ക് 1 മണിയോടെ എടുത്തിട്ടുണ്ട്. നല്ല വെയിലുള്ള ടൈമാണ്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നല്ലൊരു തണുപ്പാട്ടാണ്. 2 സൈഡിലും ആൽമരങ്ങൾ. കൂടുതൽ ഏരിയകളിലൊന്നുമില്ല, കുറച്ച് ഏരിയകളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം എത്തിയിട്ടുണ്ട് കേട്ടോ. അതിലൂടെ ഇങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു പേര് അറിയിക്കാനും, ഗിരീഷ് അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞത്. അപ്പോൾ ഗപ്പീസിൻ്റെ ഒക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യുന്നൊരു സുഹൃത്താട്ടാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടാണ് ഇത്. പക്ഷേ ഇവിടെ നമ്മളൊരിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിനെ ഒന്ന് കാണണം, അതുപോലെ തന്നെ ഇവിടുന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ. പക്ഷെ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പരിസരത്ത് എവിടെയാണ് വീട് എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ദിവസമായിട്ട് പുള്ളിയുടെ ഫാമിൽ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിക്കിയർ, അതുപോലെ തന്നെ പർപ്പിൾ മുസൈക്ക്, ഇതിലൊക്കെ നമ്മൾ എക്സ്ട്രാ ഒരു പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പർപ്പിൾ മുസൈക്കിലൊക്കെ ഒരു ഫീമെയിലിന് അഡീഷണൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില്ലി മുസൈക്ക് മെയിൽ മാത്രമാണ്. അങ്ങനെ കുറച്ച് വെറൈറ്റികളാണ്. ഇപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ ടൗണിലാണ് എത്തിയത് കേട്ടോ. ഇവിടെ നമ്മളൊരു സുഹൃത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതട്ടാ. പിന്നെ ഇതിൽ നമ്മൾ സാന്റാക്ലോസ് നമ്മൾ ക്വാളിറ്റി കുറവാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എടുത്ത സമയത്ത് അതിലും ക്വാളിറ്റി കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പേരുള്ളത് 2 പേർ ഇട്ടിട്ടുണ്ട്. പിന്നെ ചില്ലി മുസൈക്ക് മെയിൽ ഇട്ടിട്ടുണ്ട്, പർപ്പിൾ മുസൈക്ക് ഉണ്ട്, പ്ലാറ്റിനം റെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. മറ്റ് പേയ്മെന്റ് നിങ്ങൾ പിന്നെ നിങ്ങൾ ഓൺലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് കുഴപ്പമില്ല. മറ്റേ നിങ്ങൾ 50 രൂപ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലേ, കുഴപ്പമില്ല. നിങ്ങൾ പോയി നോക്കട്ടെ. എന്തെങ്കിലും ഞാൻ വിളിക്കണം കേട്ടോ. വീഡിയോ കാണുന്നില്ലേ? താങ്ക് യു. ആവശ്യം നിങ്ങളൊരു ട്രേ വെച്ചിട്ടല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് സൈസ് കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ എണ്ണം കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. എടുക്കുന്നത് 2 മെയിൽ ഇട്ടിട്ടുണ്ട്. ഒരു ട്രേ പറഞ്ഞിടത്ത് 2 മെയിലും 4 ഫീമെയിലും ഇട്ടിട്ടുണ്ട്. ഈ ചില്ലി മുസൈക്ക് പ്ലാറ്റിനം റെഡ് ആണെങ്കിലും അതുപോലെ തന്നെ കൂടുതൽ ഇട്ടുണ്ട് കേട്ടോ. പിന്നെ മൊയിനാണെങ്കിലും 2 കവറിൽ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കൊണ്ടിട്ടാ. ശരി. താങ്ക് യു. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ഒരു 2-3 സുഹൃത്തുക്കൾക്കായിട്ട് നമ്മളിപ്പോൾ ഡെലിവറി കൊടുത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് മണ്ണാർക്കാട് റൂട്ടിൽ കരിങ്കല്ലത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം വരുന്നത് 1:55, 2 മണിയോളമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ 9 മണിക്ക് മുമ്പായിട്ടെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തത്. കാരണം അട്ടപ്പാടി പോലുള്ളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവിടുന്ന് നല്ല രീതിയിൽ കുറേ കാഴ്ചകൾ കാണാനും പറ്റും. കഴിയുന്ന കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ 2 മണിയായി. ഇപ്പോൾ ഫുഡ് കഴിക്കേണ്ട ടൈമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. അൽമറായി റെസ്റ്റോറൻറ്റ് ഇതായിട്ട് പറയും. എങ്ങനെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. എങ്ങനെ നമുക്ക് ഫുഡ് കഴിച്ച് ഇറങ്ങിയതിന് ശേഷം ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും നോക്കാം. അപ്പോൾ നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് അട്ടപ്പാടി പോയിട്ടുണ്ടെങ്കിൽ 1-2 ഫാം നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എങ്ങനെയാലും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം
ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ കഴിഞ്ഞ് മണ്ണാർക്കാട് എത്താനായിട്ടുണ്ട്. അതിന് മുമ്പുള്ള സ്ഥലമാണ് കുമരമ്പത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള. ഇവിടെ നമ്മുടെ സുഹൃത്ത് ഷമീർ എന്ന് പറഞ്ഞ സുഹൃത്താണ് വാങ്ങാൻ വന്നുള്ളത്. ഇവിടെ നമ്മുടെ ആൽബിനോ ഫുൾ റെഡിന്റെ ഫ്ലവർ ഡോർസിൽ, അതുപോലെ തന്നെ മൊയ്ന, വൈറ്റ് ടെക്സിഡോ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. വീഡിയോ കാണാറില്ലേ? ദിവസമല്ലേ? അവനും തിരക്കിലെന്നുകൊണ്ട് പോയി. എങ്ങനെയാലും നമ്മളും തിരക്കിലാണ്. നമുക്ക് യാത്ര തുടരാം. അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് ഏരിയയിലാട്ടോ അപ്പം നിൽക്കുന്നത്. ഇതാ നിൽക്കുന്ന രണ്ട് സുഹൃത്തുക്കള്. ഇനി മൊയ്നല്ല വേണ്ടത്. മൊയ്ന ഞാൻ അടുത്ത ആഴ്ച പിറ്റേഴ്ച വരാൻ പറ്റുന്നുണ്ട്. വേറെ ഓർഡർ ഇട്ടാണേ വരുന്നത്. എന്താ മക്കളെ പേരെന്താ? എന്റെ പേര് ജോബിൻസൺ. എന്റെ പേര് ജുബിൻസൺ. ജുബിൻസൺ. ആ, ഞാൻ എഴുതിയിരിക്കുന്നത് ജുബിൻസൺ എന്നാണ് എഴുതുന്നത്. മാഷാ അല്ലാഹ്, എന്ത് മനോഹരമായ കാഴ്ചകളാണ് കാണുന്നല്ലേ. ഇപ്പം നമ്മൾ അട്ടപ്പാടിയിലേക്ക് കയറാൻ ഉള്ള ഏരിയയിലൊക്കെ എത്തിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ലഹരി നിർമാർജന മേഖലയാണിത്. ഇവിടെ അടുത്ത് എവിടെയാണ് ചെക്ക് പോസ്റ്റ് ഉള്ളതെന്ന് തോന്നുന്നു. നമ്മൾ അട്ടപ്പാടി ചുരം കയറിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ്. കണ്ടില്ലേ പഴക്കുലകൾ പോകുന്നത്? നമ്മൾ മുമ്പ് അട്ടപ്പാടിയിൽ വന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു കൃഷിയായിരുന്നു നമ്മുടെ നേന്ത്രവാഴയുടെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ നോക്കാം. നമ്മളിപ്പോൾ കൽക്കണ്ടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ റൂട്ട് മാപ്പ് ഇവിടുന്ന് കാണിക്കുന്നുണ്ട് എങ്ങോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് കുറച്ച് മീൻ ഇവിടെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച സുഹൃത്ത്, നമ്മൾ ഓർഡർ ചെയ്ത സുഹൃത്തിന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ സുഹൃത്ത് ഇവിടെ ഒരു ഷോപ്പിൽ പൈസ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്കിവിടെ സീനറിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ ഇനി പോകുന്നത് താവളത്തേക്കാണ് നേരിട്ട് പോകുന്നത്. പന്തുകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ഫീൽ തന്നെ കേട്ടോ. അത് നാടേതായാലും അതൊരു പ്രത്യേക ഫീലാണ് പന്തുകളി എന്ന് പറഞ്ഞാൽ. നമ്മളവിടെയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞാൽ പാടത്തൊക്കെ കളിക്കുന്ന കാണുമ്പോൾ നമ്മളെന്നെ കണ്ടിരുന്നു പോലുണ്ട്. കണ്ടില്ല അട്ടപ്പാടിയിൽ ഈ ഒരു കുന്നിൻ ചെരുവിൽ കണ്ടില്ലേ കുട്ടികളിവിടെ കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ വൈകുന്നേരം 4 മണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം 5 മണിയോട് അടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ കളിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ ഒന്ന് കളി കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. കണ്ടില്ല നല്ല സീനറി ഉണ്ട് കേട്ടോ ഇവിടെ. മാഷാ അല്ലാഹ്, എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ ഇനി നമുക്ക് താവളത്ത് 2 ഡെലിവറിയും കൂടി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടാ. എന്തൊരു നല്ല സീനറി അല്ല കാണുമ്പോൾ തന്നെ. നമ്മളിപ്പോൾ അട്ടപ്പാടിയിൽ ഇതേതാ സ്ഥലം എന്നുള്ളത് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇവിടെ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അതിൻ്റെ മുകളിലൂടെ ഒരു പാലം ഇങ്ങനെ പോകുന്നു. കുട്ടികൾ ഇവിടെ താഴെ കുളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ താവളത്ത് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ സുഹൃത്ത് ബീച്ചിൽ മുമ്പ് കൊറിയർ വഴി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് കൊറിയർ വഴി എടുത്ത സമയത്ത് വെച്ചാൽ ഈ താവള ഏരിയക്കൊക്കെ കൊറിയർ നല്ല ഡിലേ വരുന്നുണ്ട്. നിങ്ങളുടെ സ്ഥലം ഇവിടെ? എൻ്റെ സ്ഥലം തിരുവനന്തപുരം അല്ലേ? ഇവിടെ വർക്ക് ചെയ്യണല്ലേ? അപ്പോൾ ഇതിപ്പോൾ ഇവിടെ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണം? ഇല്ല, ഇവിടെ കുറേ കാലം കൊണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യും. അപ്പോൾ അവിടെ കോട്ടേഴ്സിൽ. അപ്പോൾ ഇത് നോക്കുന്ന ആരാണ്? വൈഫ് നോക്കണം. അവർ നല്ല താല്പര്യം കാര്യങ്ങളൊക്കെ അല്ലേ? അങ്ങനെ നല്ല റിസൾട്ടൊക്കെ ആയിട്ട് നിങ്ങൾ വിളിക്കൊണ്ട് ഞങ്ങൾക്ക് കൊറിയർ നമ്മുടെ ഈ മൊയ്ന അയച്ചപ്പോൾ കോൺടാക്ട് നല്ലതായിരുന്നതുകൊണ്ടാണ്. എന്തെങ്കിലും വിളിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ വേണ്ടി എത്തിച്ചേരാം, കുഴപ്പമില്ല. അങ്ങനെ നമ്മളെ അടുത്ത കസ്റ്റമർ ഇവിടെ താവളത്തിൽ തന്നെ നിന്നിട്ടാ. ഇവർക്ക് വേണ്ടുന്നത് നമ്മുടെ ഫുൾ ഗോൾഡ് അതുപോലെ തന്നെ ആൽബിനോ പോയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ തന്നെയാണ് അല്ലേ? കുറച്ചപ്പുറത്ത് തന്നെ. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലേ. അട്ടപ്പാടിയിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ന് നമ്മൾ കൊണ്ടുവന്നുള്ള എല്ലാ സുഹൃത്തുക്കളും നമ്മൾ മീനുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അതിലിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഫാം വിസിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് അട്ടപ്പാടിയിൽ അഗളി എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്തപ്പച്ചേട്ടൻ്റെ ഫാമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.